ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിനിമം ഒരു ദിവസം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ വിഷു ആയതുകൊണ്ട് പടക്കം പൊട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു ദിവസം കൊണ്ട്, അതായത് ഒരു ഷോർട്സ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാൻ പറ്റാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പടക്കം പൊട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്നുണ്ട്. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മിനിമം ഒരു ദിവസം മിനിമം ഒരു 3 ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞാനിപ്പോൾ ഈ യൂട്യൂബിൻ്റെ ടിപ്സ് ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കാമെന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുന്നത് നിങ്ങൾ ഓരോരുത്തരും കാരണമാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ഓരോ ഡൗട്ട്സ് ചോദിച്ചിട്ട് കമൻറ്റ് ഇടുന്ന സമയത്താണ് എനിക്കറിയാവുന്ന രീതിയിലായൊരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കമൻസ് ഇടുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതായത് തമ്പനയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സിൽ നിന്ന് എനിക്ക് 15,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് വെറുതെ തള്ളല്ല, റിയൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡായിട്ട് കാണിച്ചു തരാം. ഒരു ഷോർട്സിൻ്റെത് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോർട്സിനാണ് എനിക്ക് 15,000+ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. 15,000 സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവാനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ട് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒക്ടോബർ 10 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രാഫ്റ്റിൻ്റെ ചാനലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സന്തോഷത്തിൽ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരൊക്കെ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു 50 സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സബ്സ്ക്രൈബ് ഞാൻ ചെയ്യിപ്പിച്ചവരൊന്നും എൻ്റെ വീഡിയോ കാണുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്തിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഓർഗാനിക് ആയിട്ട് വീഡിയോസിൽ വരുന്ന വ്യൂസ് മാത്രം മതി, എന്നാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവുള്ളൂ. അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് കാണിപ്പിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ഓഡിയൻസ് റിട്ടൻഷൻ കുറയും. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതെന്തായാലും ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഞാൻ യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം ഒരു 3 ഷോർട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്രാഫ്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഞാൻ ചെയ്യുന്ന സമയത്ത് മ്യൂസിക് ഇട്ടിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത്. മ്യൂസിക് ഇട്ടിട്ട് ഷോർട്സ് റീച്ച് ആവുന്നവരുണ്ട്, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പിന്നെ മ്യൂസിക് മാറ്റിയിട്ട് ഓൺ വോയിസിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയത് കാരണം ഡെയിലി 3 ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3 വീഡിയോ എന്നുള്ളത് 2 ഷോർട്സ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്, ഡെയിലി 5 ഷോർട്സ് ഇടുന്നവർ വരെ ഉണ്ട്. ഞാനപ്പോൾ 2 ഷോർട്സ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ടായിരുന്നത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ വൈകിട്ടാവുമ്പോൾ ഇന്ന് എത്ര സബ് കയറി എന്നുള്ളത് എൻ്റെ വാട്സപ്പിൽ എനിക്ക് എന്നെ മെസ്സേജ് ആയിട്ട് അയച്ചിടും. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോൾ കുറച്ചധികം കയറിയിട്ടുണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്തിടും. അങ്ങനെ കുറച്ചധികം ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബേഴ്സ് കയറുന്ന ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എല്ലാ ദിവസവും എനിക്ക് കൂടിപ്പോയാൽ 1, 2, 3 സബ്ബാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒരു 1000 സബ് ആക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഓൺ വോയിസിൽ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് നല്ല രീതിക്ക് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ദിവസം എനിക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് വരെ കയറിയിട്ടുണ്ട്. അത് ഒരു ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. എല്ലാ ദിവസവും അങ്ങനെ കയറുന്നൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ കയറി ഞാനിപ്പോൾ ആരായി.
ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 100-200 വെച്ചിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു 19 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടും വ്യൂസും ഇല്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ചാനൽ നിർത്തി പോണവരുണ്ട്. ഞാനും ഇതുപോലെ ചാനൽ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സബ്സ്ക്രൈബേഴ്സ് കയറാത്ത ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ 1-2 ഒക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങിയപ്പോൾ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചതാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ ഏത് ടൈപ്പ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ കയറുന്നത് എന്നുള്ളത്. പിന്നെ പിന്നെ നമുക്ക് ആ ഒരു ടെക്നിക്ക് പിടികിട്ടും. അതായത് എങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് വ്യൂസ് കിട്ടാന്നുള്ളത്. ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള അത്ര സബ്സ്ക്രൈബേഴ്സ് കയറും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ഫെമിലിയർ ആയി തുടങ്ങും. പിന്നെ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിന് കുറച്ചധികം വ്യൂസ് കിട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ അവിടെ നിന്നാണ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാലും മടുക്കാതെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ 100ാമത്തെ വീഡിയോ ആയിരിക്കും വൈറലാവുന്നത്, ചിലപ്പോൾ 50ാമത്തെ വീഡിയോ ആയിരിക്കും വൈറലാവുന്നത്. ഒന്നും പറയാൻ പറ്റൂല, ഇതൊരു ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ വൈറലാവുന്നുണ്ടാവുക. എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം മെനക്കെട്ട് കുറേ ടൈം എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റൊക്കെ ഒട്ടും വ്യൂസ് കയറാറില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ഫ്ലോപ്പ് ആയതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യൂസ് കയറും. അതുപോലെ തന്നെ ഇതിട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സൊക്കെ പെട്ടെന്ന് റീച്ച് ആവാറുണ്ട്. അപ്പോൾ എങ്ങനത്തെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വീഡിയോ കയറുന്നത് നമ്മൾ വിചാരിക്കാണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഡിസൈഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് പല ടൈപ്പാണ്. നമ്മൾ ഡിസൈഡ് ചെയ്യരുത്. കാരണം ഈ ഒരു വീഡിയോ കയറൂല എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ കയറൂല എന്ന് വിചാരിക്കുന്ന വീഡിയോ ആയിരിക്കും പെട്ടെന്ന് റീച്ച് ആവുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത വീഡിയോസ് ആയിരിക്കും പെട്ടെന്ന് റീച്ച് ആവുന്നത്. അങ്ങനെ ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഒരു ഷോർട്സിലാണ് എനിക്ക് 3 ലക്ഷം വ്യൂ കിട്ടിയത്. അതാണ് തോന്നുന്നത് എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ള വ്യൂസ്. പക്ഷേ ആ 3 ലക്ഷം കിട്ടിയിട്ടുള്ള വ്യൂസ് ആ ഷോർട്സിൽ നിന്ന് എനിക്ക് 15,000+ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 16,000 ആവാറായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. അത് ജസ്റ്റ് ഒരു ഓയിൽ പെസ്റ്റൽസ് വെച്ചിട്ട് ഒരു ഡ്രോയിങ് ചെയ്യുന്നതാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്തതേ അല്ല. ഇത്രയും വ്യൂസും കയറി സബ്ബും കയറി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോ ആയിരിക്കാം വൈറലാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും നമ്മൾ ഒരേ എഫേർട്ട് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് 4 കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ വെറുതെ അപ്ലോഡ് ചെയ്താൽ പോരാ, ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നവർക്ക് എന്തായാലും സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 1ാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ 1ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര മടുത്തു കഴിഞ്ഞാലും ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മതി. ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് 5-6 എത്ര ഷോർട്സ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. പക്ഷേ കുറഞ്ഞത് ഒരു ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിക്കരുത് വൈറലാവൂല, ഇത് കയറൂല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കാത്ത വീഡിയോസ് ആയിരിക്കും നല്ല റീച്ച് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് മടുപ്പായി, വീഡിയോക്ക് വ്യൂസ് ഒന്നും ഇല്ല, നമ്മൾ പെട്ടെന്ന് നിർത്താണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോക്ക് 10-20 പേരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവും. ആ 10-20 പേർക്ക് പോലും പിന്നെ നമ്മൾ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് ഇട്ടിട്ട് വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ മിസ്സാക്കാണ്ട് തന്നെ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ യൂട്യൂബിൽ നന്നായിട്ട് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് നിങ്ങൾ മാക്സിമം ഒരു ദിവസം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് കയറാണ്ടിരിക്കോ നമ്മുടെ കയ്യിലല്ല. നമ്മൾ വിചാരിക്കാത്ത വീഡിയോസ് ആയിരിക്കും പെട്ടെന്ന് വൈറലാവുന്നത്. അപ്പോൾ ഒരു ദിവസം മിനിമം നിങ്ങൾ ഒരു ഷോർട്സ് എങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് മറക്കരുത്. എല്ലാ ദിവസവും ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വ്യൂവേഴ്സിന് അത് നമ്മൾ എല്ലാ ദിവസവും കണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 2 നോക്കാം. നമ്മൾ പറഞ്ഞു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടാന്നുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ ഷോർട്സ് അപ്ലോഡ് ചെയ്താൽ പോരാ. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് ആൾക്കാരുടെ ഷോർട്സ് ഫീഡിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ക്ലിക്ക് ചെയ്യാനായിട്ട് തോന്നണം. അതായത് നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തമ്പനെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തമ്പനെയിൽ നമ്മുടെ വീഡിയോൻ്റെ വ്യൂസ് കയറാനായിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നമ്മുടെ വീഡിയോ എത്ര അടിപൊളി വീഡിയോ ആണെന്നുണ്ടെങ്കിലും തമ്പനയിൽ മോശമാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോക്ക് ക്ലിക്ക് വരൂല. അപ്പോൾ ലോങ് വീഡിയോ പോലെ തന്നെ നമ്മുടെ ഷോർട്സിനും നമുക്ക് തമ്പനയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഷോർട്സ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന തമ്പനയിൽ നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് ഫീഡിൽ ഇങ്ങനെ ഷോർട്സ് വന്ന് കിടക്കുമ്പോൾ ആദ്യം കാണുന്ന ആ ഒരു ഫോട്ടോ കണ്ടിട്ടായിരിക്കും മിക്കവരും ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ക്രാഫ്റ്റിൻ്റെ ചാനലാണ് ചെയ്യുന്നത്. ഷോർട്സ് ഒക്കെ ഞാൻ ക്രാഫ്റ്റാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ പരമാവധി ക്രാഫ്റ്റിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചിട്ടാണ് തമ്പനയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ പേര് നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടൻറ്റ് ഏത് ടൈപ്പാണോ അതിനനുസരിച്ച് ആൾക്കാർ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള തമ്പനയിൽ നിങ്ങൾ സെറ്റാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ടിപ്പ് നമ്പർ 3 നോക്കാം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ് ഒക്കെ പറയുന്നത്. അതായത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 ആൾക്കാർക്കും നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പോകുന്നത് ആ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ടൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണോ ആ ഒരു കണ്ടന്റ് ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ വ്യൂവേഴ്സിന്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് ഇതെന്താ സംഭവം എന്ന് തോന്നുന്ന രീതിയിൽ, അവർക്ക് വീഡിയോ ക്ലിക്ക് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ വീഡിയോ ആൾക്കാർ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, അതായത് യൂട്യൂബിൽ പോയിട്ട് അവർ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണോ നമ്മുടെ വീഡിയോ വരേണ്ടത് അത് നമ്മൾ കീവേഡ് ആയിട്ടും ഹാഷ്ടാഗ് ആയിട്ടൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കീവേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ടിപ്സ് മലയാളം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കൂലേ. അപ്പോൾ യൂട്യൂബ് ടിപ്സ് എന്ന് സെർച്ച് ചെയ്യുന്നവർക്ക് എൻ്റെ വീഡിയോ എന്തായാലും വരും. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റ് ടൈപ്പ് എന്താണോ അത് നിങ്ങൾ കീവേഡ് ആയിട്ടും ഹാഷ്ടാഗ് ആയിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് കീവേഡ്, എന്താണ് ഹാഷ്ടാഗ് എന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയാം. മിക്കവർക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവർ എന്തായാലും കമൻറ്റിൽ പറയാം. എന്നാൽ മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ പറയാം. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ടിപ്പ് നമ്പർ 4 ആണ്. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ടൈം സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം നമ്മൾ ഒരു ദിവസം എത്ര വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ തന്നെ എല്ലാ ദിവസവും ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർ നമ്മുടെ ആ ഒരു ടൈമിലായിരിക്കും വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം ഇങ്ങനെ മാറ്റി ഇടുകയാണെന്നുണ്ടെങ്കിൽ സാധാ നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് പോലും ആ ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലാണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അപ്ലോഡിങ് ടൈം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ എപ്പോഴാണോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ട്. ഓരോ ദിവസവും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുക ഏത് ടൈമിലാണ് നിങ്ങളുടെ വ്യൂവേഴ്സ് വാച്ച് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ടുള്ളത്. ആ ഒരു ടൈം നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫിക്സ് ചെയ്യുക. ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കാം ഏത് ടൈമിലാണ് വർക്ക് ആവുന്നതെന്നുള്ളത്. എന്നിട്ട് ഒരു ടൈം നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം തന്നെ ഫിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും നിങ്ങൾ ടൈം സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഓഡിയൻസ് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ഒരു ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള നല്ല ടൈം ഏതാണെന്ന് കുറച്ച് പേരൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ഷോർട്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കയറും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.